എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തി ചിറങ്ങുവെന്നും നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തായി നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ അതിനെ നീ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും നടത്തി അതിനെ മതമാക്കുകയും ശത്രുവിന്റെ നിലയിൽ ശക്തിയോടെ ചാർത്തുകയും ചെയ്തു. ജയകരമായ ശരീരങ്ങൾ അതിന് മോചനമായി വെളിപ്പോടെ നൽകി. അതേ നീ സന്തോഷിപ്പിച്ച യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായ നീ അതിന് നൽകിയ മര്യാദ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സൈന്യന്മാർ ക്രമമായ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു നീയാകുന്നു. ദൈവമായ ഇപ്പോൾ ഈ ഈ മോതിരങ്ങളെ സന്തോഷവും അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാന്തമായ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും രക്ഷകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ തൃപ്തി വരാത്ത വിധം ഇടവിടാതെ പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. See
സത്യമണവാളായുള്ളവേ, തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പര വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. നിന്റെ പിതാവും പരിശുദ്ധരൂപായിക്കും സ്തുതി സ്തോത്രം പരിപൂർണമാകണമേ. ഭാവിക്കുന്നു വിശുദ്ധ സഭാസന്താനത്തെ സന്തോഷിപ്പിക്കാനായി പിതാവിനെയും പുത്രനെയും പരിശുദ്ധരൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ അഭിഷേകം മൂലം പൂർത്തീകരിച്ച ദൈവമായ പരസ്പരം വിവാഹം നിശ്ചയം കഴിച്ചിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പന്നരാക്കുകയും ധരിച്ചിരിക്കുന്ന യുവതികളോടുകൂടി സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും പരിപാലനം അലങ്കരിക്കുകയും വിനയത്താനെ ശ്രേഷ്ഠാക്കുകയും ചെയ്യുകയും സഹാസിന്റെയും റബീഖായുടെയും വിവാഹ നിശ്ചയത്തെ സന്നാസനങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാവുന്ന മോഹനം കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളത്തിന്റെ രക്ഷകനാക്കുകയും മണവാട്ടിയെ ശാശ്വതാക്ഷയുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വപ്നാത്മകങ്ങളുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളിപ്പെടുത്തലുകൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവം ഒതുക്കുവാൻ തന്നോളം ദൈവമായി കർത്താവ് സമ്മതിയാകട്ടെ. സകലപ്പെട്ട സ്നേഹത്തെയും ഇവരിൽ നീക്കുകയും അന്യോന്യ സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കുമാറാകട്ടെ. സുലഭങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പെരുമാറുകയും ഇവരുടെ മനസ്സാക്ഷി നയിക്കുവാൻ സമ്മതിയാകട്ടെ. മനുഷ്യവൃത്തിയെ നിരീക്ഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ എന്നാളും സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ കാത്തുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നാളും നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാജനങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിക്കുന്ന സന്താനങ്ങളെ സൗഭാഗ്യവാന്കളെ നൽകണമേ. സൽപ്രവൃത്തിയുള്ള സ്വഭാവം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള വിശ്വാസത്തിലൂടെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിന്റെ അവകാശമായി നൽകുവാനും ചെയ്യണമേ. നിന്റെ വിജയശ്രീമായ ഈ മണവാളെയും മണവാളെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധരൂപമായുമായുള്ളവയും ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണ ദോഷിക്കുകയും ചെയ്യണമേ. ഹോ Amen.
ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന്റെ 30, 60, 100 ഇരട്ടിയായി സ്വർഗത്തിലെ ദൈവം പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ വിജയശ്രീമാണ് രാപകലും നിങ്ങളോട് കൂടിയിരിക്കുകയും ദുഷ്ടൻ നമ്മുടെ സൈന്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്നാളും കാത്തോടുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ അനശ്വരമായ വേദനം അഴിവില്ലാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആ വേദനയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോട് കൂടെ നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുമാറാകണമേ. അവന്റെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഏറ്റുമാറാകണമേ. ഹോശോ കുലിസ്ബാൻ ലോൽമി
അങ്ങനെ തന്നെ പുരുഷൻ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു.
എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആമീനാകാരേ വരുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. മോദിക്കട്ടെ പരംനാഥാ, നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി. ഹല്ലേലൂയ. ബാർക്കുമോ നമ്മുടെ കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവിയോടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന മടത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ഈ തിരുവചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ യാത്ര പുറപ്പെട്ട യോർദാന്റെ കടക്കരയിലേക്ക് പുതിയായ വൃത്തിയിലെത്തി. ജനസമൂഹങ്ങൾ യേശു തമ്പുരാനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പ്രീശന്മാർ അടുത്ത് ചെന്ന് ഏതൊരു കാരണത്താണെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമാണോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെ മാതാവിനെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരൊരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുവിനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശം കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, മോശ നിങ്ങളെ ഹൃദയഹാരിന്റെ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാനായി നിങ്ങളെ അനുവദിച്ചു. എന്നാൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റങ്ങളില്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുവിനോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, വരം ലഭിച്ചല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. ഈ കിരീടങ്ങൾ വയ്ക്കുന്ന ശിരസ്സുകൾ എന്നേക്കും ആശീർവദിക്കപ്പെട്ട വിട്ടിരിക്കുന്നു. Clean
Hallelujah.
വിശ്വാസത്തെ പ്രബോധിപ്പിക്കുവാനും നമ്മുടെ മുമ്പാകെ നിൽക്കുന്ന മക്കൾ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളും താല്പര്യപ്പെടും. നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായി വളർന്ന ഉറപ്പായി കത്തിക്കുകയും ചെയ്ത് സ്ഥാനത്തിലെത്തുന്നത്. ഇത് വിശുദ്ധരായ ആവശ്യവും ബഹുമാനരായ പൂർവ്വീരന്മാരെയും ഫലമേൽപ്പിച്ചിട്ടുമാകും. ഇപ്പോൾ നിങ്ങൾ ദൈവസ്ഥിതി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവന്റെ വിജയശ്രീമായുടെയും വെടിപ്പുള്ള വിശ്വാസത്തിലൂടെയും ഈ ജനസമൂഹത്തിന്റെ മുമ്പാകെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു. ഹൃദയ വിചാരങ്ങളെ അറിയുന്നതിന്റെ സ്ഥിതിയിലാവുന്നു അറിയാത്തവരുടെ മുമ്പാകെയെല്ലാം നിലനിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ബലഹീന ജ്ഞാനങ്ങളെ പരസ്പരം ഫലമെത്തിക്കുന്നു. എനിക്ക് നിങ്ങൾക്കിടയിൽ മഹോന്നതയും മധ്യസ്ഥനായിരിക്കണേ. നിയമവിരുദ്ധമായ ചെയ്യുന്ന സകലത്തിൽ ഞാൻ നിരപരാധിയായി. പട്ടക്കാരും ശമാശന്മാരും മണവാണലും മണവാട്ടിയും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചു ദൈവത്തിന്റെ സമൃദ്ധി ആവശ്യമാണ്. ആയിരം മാതാവായ വിശുദ്ധ മറിയാമിനെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ തിരുവിഷ്ടം ആചരിക്കുകയും ചെയ്യുന്ന സകല വിശുദ്ധന്മാരെയും പ്രത്യേക രാജാക്കന്മാരെയും കർത്താവായ യേശുമിശിഹായുടെ വലതുകരം നിങ്ങളുടെ സദാ ആവസിക്കുമാറാകട്ടെ. നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ളതായ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ചു. ഇവിടെ സ്വന്തം ആളുകളുടെ വീട്ടിൽ നിന്ന് ഇവരുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദൈവമുള്ളവനായിരിക്കുകയും ചെയ്യുന്നു. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകും. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവന്റെ പരിചരണം നിർവഹിക്കുവാൻ കിടത്തിട്ടുള്ളാവുന്നു. എല്ലാ കാര്യത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ സുമാഷന്മാരെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ആദ്യം കാണുന്ന ഉടമ്പടി അത് കുടുംബത്തിന്റെ ഉടമ്പടിയാകുമെന്ന് കാണാൻ സാധിക്കും. ആദാഹവായത്തിനോട് ചേർത്തുകൊണ്ട് നീ എന്റെ മാംസമാവും പറഞ്ഞ ദൈവത്തിന്റെ മുമ്പാകെ ഉടമ്പടി ചെയ്തു. അവിടെ ഒരു കുടുംബം ചെയ്തു. സുറിയാനിസഭയുടെ വിശ്വാസവും പാരമ്പര്യവും ദൈവശാസ്ത്രവും അനുസരിച്ച് മണവാളനും മണവാട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ ദൃശ്യ അടയാളങ്ങളായ വിശുദ്ധ തോമസിന്റെയും വിജയശ്രീമാരുടെയും വിശുദ്ധ സുവിശേഷത്തിന്റെയും പ്രത്യേക ദൈവത്തിന്റെ പ്രതിപുരുഷനായ പട്ടക്കാരുടെ മുമ്പാകെ നിന്നുകൊണ്ടാണ് ഈ അനുഗ്രഹീതമായ ഉടമ്പടി ചെയ്യുന്നത്. പ്രത്യേക നമ്മുടെ വിശുദ്ധ വിവാഹത്തിന്റെ അടിസ്ഥാനപരമായ ആരാധന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഭാഗ്യവാനായ വിശുദ്ധ പൗലോസ് എഫേസ്യരുടെ 5-ാം ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ്. ക്രിസ്തുവാകുന്ന മണവാളനും സഭയാകുന്ന മണവാട്ടിയും എപ്രകാരം സംയോജിക്കപ്പെട്ടുവോ അപ്രകാരം മണവാളനും മണവാട്ടിയും തങ്ങളുടെ ജീവിതത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഈ ആരാധന നമ്മെ ഓർപ്പെടുത്തുന്നു. പ്രത്യേകം നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ വിവാഹത്തിന്റെ മാത്രമല്ല ആരാധനകളും ഏറെ മനോഹരങ്ങളാണ്. പ്രത്യേകിച്ച് പ്രവത്തെ നമ്മുടെ ഇടവയിലെ മക്കൾ ഗായകർ ഒത്തിരി അറിയപ്പെടുന്നൊരു ഗായകർ മനോഹരമായ പാട്ടുകളെല്ലാം പാടുകയുണ്ടായി. പക്ഷെ പലപ്പോഴും അതിൽ അന്തർലീനമായിരിക്കുന്ന ആഴത്തുള്ള വിശ്വാസത്തെ നാം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. നാം കേട്ടതായ ഗാനശകൾ ഇപ്രകാരമാണ്: മണവാളത്തിൽ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം, മണവാട്ടിയുടെ മകുടം സതിമാമുടിയോട് സദൃശ്യം. മണവാളുടെ തലയിൽ വാഴ്ത്തി വയ്ക്കുന്നതായ കിരീടം എന്ന് പറഞ്ഞാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തലയിൽ വയ്ക്കപ്പെട്ടതായ മുൾക്കിരീടത്തെയാണ് സദൃശ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തലയിൽ വയ്ക്കപ്പെട്ടതായ മുൾക്കിരീടം അത് മാനവരാശിയുള്ള വലിയ സ്നേഹത്തിന്റെയും ആഴമായ ത്യാഗത്തിന്റെയും അടയാളമാകുന്നു. അതുപോലെ തന്നെ വായിച്ചതായ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായത്തിൽ 2 പ്രധാന കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും.
ഒന്ന്, ദൈവമാണ് ഈ മക്കളെ സംയോജിപ്പിക്കുന്നത്. രണ്ടാമത്, അത് ദൈവത്തിൻ്റെ വരമാകുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവർ അടിസ്ഥാനമായ ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഓരോ വിവാഹ ശുശ്രൂഷയും അത് അനുഷ്ഠിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇത്ര ശ്രേഷ്ഠമായിട്ടാണ് മണവാട്ടിയുടെ ജീവിതത്തിൽ ഈ മൂല്യങ്ങളെ കാത്തു സംരക്ഷിക്കേണ്ടത്. ഇതിൻ്റെ ലോകത്ത് ഈ മൂല്യങ്ങൾ കാത്തു സംരക്ഷിക്കണമെങ്കിൽ ദൈവത്തോടുള്ള അചഞ്ചലമായ ആ സ്നേഹമുണ്ടായിരിക്കണം, അടുപ്പമുണ്ടായിരിക്കണം, പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടായിരിക്കണം, തിരുവചനങ്ങൾ വഴിയുള്ള കൈമാറണം. പ്രിയപ്പെട്ട വിശ്വാസം ആശ്രയിക്കും ഈ അടിസ്ഥാന മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ. സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഈ വലിയ മൂല്യങ്ങളുടെ ജീവിതത്തിന് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ആ കരുത്തും ശേഷിയും നൽകുകയെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിശ്വാസം വൈദിക സെമിനാറിലെ വിദ്യാർത്ഥിയാണ്. തീർച്ചയായും വൈദിക സെമിനാരി കുടുംബത്തിന് വേണ്ടി പിതാവായ ഡോക്ടർ വേണ്ടി, പ്രിൻസിപ്പാൾ അതായച്ചന് വേണ്ടി, സെമിനാരി കുടുംബത്തിന് വേണ്ടി ആശ്രയിക്കുന്നു. എല്ലാവിധ ദൈവിക അനുഗ്രഹം നേരുന്നു. കൂടാതെ സന്നിധരായിരിക്കുന്ന എല്ലാ വൈദികരെയും ബലഹീനായ നാമത്തുള്ള എല്ലാ പ്രാർത്ഥനയും ആശംസകളും നേരുന്നു. നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതികരമായി തിരക്കുകയെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭക്തപുകൾ പിതാവ് പ്രത്യേകിച്ച് എന്നെ ബലമേൽപ്പിച്ച് എനിക്ക് ചെയ്തത് തിരുമേനിക്ക് വേണ്ടി ഇടനാട് ഭദ്രാസനത്തിന് വേണ്ടിയുള്ള ആശംസകൾ കൂടെ നിങ്ങൾക്ക് അറിയുകയും ചെയ്തു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നവരാം നിങ്ങളെല്ലാവരും വാഴ്ത്തിനിഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ആത്മീയ ശുശ്രൂഷ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം വാഴ്ത്തിനിഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ എവിടെ അനുഗ്രഹിക്കട്ടെ. വാങ്ങിപ്പോയവർക്കും മുസ്ലിം ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവരെ സ്വർഗീയ മഹോന്നതങ്ങളിൽ